നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഇന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് BJP നടത്തിയ ഒരു വമ്പൻ കുതിച്ചുചാട്ടം കേരളം എന്തായാലും മറന്നിട്ടില്ല. വലിയൊരു ചരിത്ര നേട്ടം തന്നെയാണ് BJP സംസ്ഥാനത്ത് ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ ഉണ്ടാക്കിയത്. അന്ന് BJP മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമുണ്ട്, ജനങ്ങളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തലസ്ഥാന നഗരി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. മാത്രമല്ല, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച കോർപ്പറേഷനിൽ ഒന്നായി നമ്മുടെ തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കും എന്നായിരുന്നു BJP അന്ന് പറഞ്ഞത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അത് കൃത്യമായി മാധ്യമങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ആ വാഗ്ദാനം നിറവേറ്റാനുള്ള സമയമായിരിക്കുന്നു. ആ വാഗ്ദാനം ഇന്ന് നിറവേറ്റുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJPയുടെ നല്ല ഒന്നാന്തരം സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ ഭരിക്കുന്ന 2020 എന്ന ആ പാർട്ടി NDA മുന്നണിയുടെ ഭാഗമായിട്ട് മാറുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്. മാത്രവുമല്ല, ഇന്ന് ഈ 2020യുടെ പ്രധാനപ്പെട്ട നേതാവ് സാബുവും ജേക്കബും ഒക്കെ ഇന്ന് നരേന്ദ്രമോദിയുമായി വേദി പങ്കിടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി തന്നെ ഒരു വലിയ ട്വിസ്റ്റ് നടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഈ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമ്പോൾ കേരളത്തിനായി അനുവദിച്ച വിവിധ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങും ഇന്ന് നടക്കുന്നു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 7 മണി മുതൽ, അതായത് ഈ സമയം മുതൽക്ക് തന്നെ ഉച്ചയ്ക്ക് 2 മണി വരെ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വിശേഷം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഹൈക്കമാൻഡുമായുള്ള ചർച്ചകളും ഇന്ന് ഡൽഹിയിൽ നടക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കിയ ശേഷം മടങ്ങി വരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് രാവിലെ 10 മണിക്ക് വിമാനത്താവളത്തിൽ നിന്നും പുത്തരിക്കണ്ടം വരെ റോഡ് ഷോ, വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖയും പ്രഖ്യാപിക്കും. അതിവേഗ റെയിൽപാത പ്രഖ്യാപനത്തിനും സാധ്യത. ഉച്ചയ്ക്ക് ശേഷം മോദി തമിഴ്നാട്ടിലേക്ക്. NDAയുമായുള്ള സഖ്യത്തിന് പിന്നാലെ 2020യിലെ പഞ്ചായത്ത് അംഗങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളുമായി LDFും UDFും. കൂടുതൽ പേരെ കൂടെ ചേർക്കാമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. സാബു ജേക്കബ് ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. ഹൈക്കമാൻഡുമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ. സ്ഥാനാർത്ഥി നിർണയം അടക്കം ചർച്ചയാകും. മഹാപഞ്ചായത്തിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ശശി തരൂർ പങ്കെടുക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി ഇന്ന്. ജാമ്യ ഹർജി നൽകിയത് റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ തന്ത്രി കണ്ഠരർ രാജീവരെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ലോകസമാധാനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് നിലവിൽ വന്നതായി വൈറ്റ് ഹൗസ്. ഒപ്പുവയ്ക്കാതെ ഇന്ത്യയും ചൈനയും. ലോകസമാധാനത്തിന് ഭീഷണിയെന്ന് റഷ്യ. സമിതിയിൽ അംഗത്വമെടുത്ത് 19 രാജ്യങ്ങൾ. ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം T20 മത്സരം ഇന്ന് വൈകിട്ട് 7 മണിക്ക് റായ്പൂരിൽ. ആദ്യ മത്സരം വിജയിച്ച ഇന്ത്യ പരമ്പരയിൽ മുന്നിൽ. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുകയാണ്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖയും പ്രഖ്യാപിക്കും. രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടത്തിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര റോഡ് ഷോയായി നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതിവേഗ റെയിൽപാത പ്രഖ്യാപനത്തിനും ഇന്ന് സാധ്യതയുണ്ട്. ഇന്നത്തെ പരിപാടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം മോദി തമിഴ്നാട്ടിലേക്ക് തിരിക്കും. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആവേശത്തിനാണ് തലസ്ഥാന നഗരി. കാരണം നേരത്തെ ഈ നമുക്ക് അറിയാവുന്നതുപോലെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി കേരളത്തിലെത്തും, തലസ്ഥാനത്തെത്തും എന്നുള്ള പ്രഖ്യാപനം BJP നടത്തിയിരുന്നു. അതെന്തായാലും ഇന്ന് പൂർത്തിയാവുകയാണ്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്? മാത്രമല്ല, ഇന്ന് പ്രധാനപ്പെട്ട എന്തൊക്കെ പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുക?
ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ പാർട്ടി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് ഇപ്പോൾ നടപ്പായിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെയാണ് പ്രധാനമന്ത്രി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി കൂടി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് 10 മണിയോട് കൂടിയാണ് അദ്ദേഹം വിമാനത്താവളത്തിലെത്തുന്നത്. വിമാനത്താവളത്തിൽ നിന്നും പുത്തരിക്കണ്ടത്തെ പ്രധാന വേദിയിലേക്ക് അദ്ദേഹം എത്തുന്നത് ഒരു റോഡ് ഷോ ആയി തന്നെ ആയിരിക്കും എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിഷൻ കേരള എന്ന രീതിയിൽ തന്നെ പാർട്ടി ഇതിനെ കാണുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം അത്തരത്തിലൊരു മിഷൻ കേരള നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ വലിയ പദ്ധതികൾ തിരുവനന്തപുരത്തിന് പ്രധാനമായും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് തിരുവനന്തപുരത്തിൻ്റെ വികസന രേഖയുടെ ഒരു പ്രഖ്യാപനം, തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന രേഖയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു എങ്കിൽ അത് മാറി ഒരു വിവിധ പദ്ധതികൾ, വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഒരു പ്രഖ്യാപനമായി തന്നെ ഈ പരിപാടി മാറുന്നു എന്നത് തന്നെയാണ്. പ്രധാനമായും ഭാരത് ട്രെയിനുകളെ, അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് പ്രധാനമായും ആദ്യ പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിനൊരു അതിവേഗ റെയിൽവേ പാതയുടെ പ്രഖ്യാപനമടക്കം പ്രധാനമന്ത്രി നടത്തിയേക്കും എന്ന സൂചനയും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. നേരത്തെ മുതൽ തന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു സിൽവർ ലൈൻ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. ആ പദ്ധതിയൊന്നും എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു അതിവേഗ റെയിൽ പദ്ധതിയുടെ പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി എത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. 10:30 പുത്തരിക്കണ്ടം മൈതാനത്താണ് പരിപാടി നടക്കുന്നത്. അതിൽ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം കൂടാതെ ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മം കൂടി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്യും. അത്തരത്തിൽ അതിനുശേഷമാണ് പാർട്ടിയുടെ പരിപാടിയിലേക്ക് അദ്ദേഹം എത്തുകയും പാർട്ടി പരിപാടിയിൽ ഒരു വികസന രേഖ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. കോർപ്പറേഷനിലേക്ക് BJP ജയിച്ചു കയറിയാൽ തന്നെ അത്തരത്തിലുള്ള ഒരു വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന കാര്യം, അത് പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ പ്രഖ്യാപിക്കും എന്ന അന്ന് തന്നെ പാർട്ടി തീരുമാനവും എടുത്തിരുന്നു. അത്തരത്തിലുള്ളൊരു പരിപാടിയുമായാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പാർട്ടി പരിപാടിയിൽ പ്രധാനമായും അത്തരത്തിലൊരു വികസന രേഖ തന്നെ പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 പരിപാടികളാണ് ഇന്ന് പ്രധാനമന്ത്രിക്കുള്ളത്. ആദ്യം റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയും അതിനുശേഷം തുടർന്ന് നടക്കുന്ന പാർട്ടി പരിപാടിയിലാണ് വികസന രേഖയുടെ പ്രഖ്യാപനമടക്കമുണ്ടാവുക. കൂടുതൽ പദ്ധതികൾ പ്രധാനമന്ത്രി നഗരത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമോ എന്നതും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തുതന്നെയായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിഷൻ കേരളയ്ക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് പാർട്ടി ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് തന്നെ, അതായത് തിരുവനന്തപുരം തലസ്ഥാന നഗരീതിയുടെ കോർപ്പറേഷൻ തന്നെ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ കൂടുതൽ പദ്ധതികൾ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മിഷൻ കേരള പദ്ധതിക്ക് തുടക്കം കുറിക്കുക എന്നത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നത്. രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം വിമാനത്താവളത്തിലെത്തും. വിമാനത്താവളത്തിൽ നിന്നും പുത്തരിക്കണ്ടത്തിലേക്കുള്ള പാതയിൽ അതൊരു റോഡ് ഷോ ആയി തന്നെ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരടക്കം ഇങ്ങോട്ട് എത്തും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പുത്തരിക്കണ്ടം വേദിയിലാണ്. ഇവിടെ തന്നെയാണ് 2 പരിപാടികൾക്കും വേദി ഒരുക്കുന്നത്. ആദ്യം റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയാണ് നടക്കുക. ഔദ്യോഗിക പരിപാടിക്ക് ശേഷമാണ് പാർട്ടിയുടെ വേദിയിലേക്ക് അദ്ദേഹം എത്തുകയും ഒരു പക്ഷേ കൂടുതൽ പ്രഖ്യാപനങ്ങൾ അടക്കം ഈ പാർട്ടി വേദിയിലായിരിക്കും നടത്തുക എന്നത് നമുക്കറിയാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത്. എന്തുതന്നെയായാലും കേന്ദ്ര റെയിൽവേ പദ്ധതിയുടെ പ്രഖ്യാപനം കൂടാതെ അദ്ദേഹം പാർട്ടി പരിപാടിയിലെത്തി കൂടുതൽ പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പാർട്ടി പിടിച്ചെടുത്ത സാഹചര്യത്തിൽ കൂടി അത് കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച മിഷൻ കേരളയ്ക്ക് തുടക്കം കുറിക്കാനാണ് അദ്ദേഹം ശ്രമം നടത്തുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡിജിത്ത്, അതോടൊപ്പം തന്നെ ഇന്ന് വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയാണ്. സ്വാഭാവികമായും അദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ്, ഏതൊക്കെ മേഖലകളിലാണ് അത്തരത്തിൽ ഒരു നിയന്ത്രണമുള്ളത്? തീർച്ചയായും കർശന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള ഭാഗങ്ങളിലാണ് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കാരണം നേരത്തെ മുതൽ തന്നെ ഒരു റെഡ് അലർട്ട് പോലെയുള്ള പ്രഖ്യാപനമാണ് ഈ ഭാഗങ്ങളിലൊക്കെയും ഇന്നലെയും ഇന്നുമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. പ്രധാനമായും വിമാനത്താവളത്തിൽ നിന്നും ഓവർ ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയതിനു ശേഷമാണ്
റോഡ് ഷോ ആരംഭിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവിടെ മുതൽ തന്നെ കർശന സുരക്ഷയായിരിക്കും, കൂടുതലായുള്ളൊരു സുരക്ഷ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ആകെ 2 മണിക്കൂർ അടുത്തു മാത്രമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി എത്തുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. എന്ന് തന്നെയായാലും കർശന സുരക്ഷയാണ് എയർപോർട്ട് മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള ഭാഗങ്ങളിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റോഡ് ഷോ നടക്കുന്ന ഭാഗങ്ങളിൽ പ്രത്യേക സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. രജിത്ത്, ഒരു കാര്യം കൂടെ, അതായത് ഈ തലസ്ഥാന നഗരി പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് മുൻപ് തന്നെ വളരെ കൃത്യമായി എന്താണ് BJP ലക്ഷ്യം വെക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി ഈ ഒരു ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ പിടിക്കുന്ന വേളയിൽ കേരളത്തിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം കാര്യഗൗരവത്തോടെയാണ് കേരള രാഷ്ട്രീയത്തെ BJP നോക്കിക്കാണുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഈ 2020 അടക്കമുള്ള പാർട്ടികൾ ഈ NDA മുന്നണിയുടെ ഭാഗമാകുന്നു. സ്വാഭാവികമായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ തന്നെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെ BJP നടത്തുന്നു എന്ന് വേണ്ടേ ഇതിനോടൊപ്പം തന്നെ വായിച്ചെടുക്കാൻ? തീർച്ചയായും നമുക്കറിയാം BJPക്ക് എത്രമാത്രം സ്വാധീനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ അതിൽ നിന്നൊരു വലിയ മാറ്റം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് BJPക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടത്തെ കേന്ദ്ര നേതൃത്വം തന്നെ വലിയ ഒരു രീതിയിൽ കാണുന്നു എന്നത് തന്നെയാണ്. കാരണം നേരത്തെ മുതൽ തന്നെ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക, അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഒരു കോർപ്പറേഷൻ, ഒരു പ്രധാനപ്പെട്ട കോർപ്പറേഷൻ അടക്കം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് BJPക്ക് ഒരു ബാലികേറ മലയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെയല്ല. കാരണം BJPക്ക് ഒരു അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കേരളത്തിലും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP പടിപടിയായ ഒരു മുന്നേറ്റമായിരുന്നു നടത്തിയത്. ആ പടിപടിയായ മുന്നേറ്റം ഇപ്പോൾ ഭരണം പിടിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ എന്ന രീതിയിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തുന്നത് എന്നത് പ്രധാനമാണ്. ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് കഴിയും എന്ന ഒരു ഉറച്ച വിശ്വാസം കേന്ദ്ര നേതൃത്വത്തിന് കൂടി ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2020 സാബു ജേക്കബ് അടക്കമുള്ള പാർട്ടികൾ, അത് പ്രാദേശിക പാർട്ടികൾ ആണെങ്കിൽ കൂടിയും BJPയുടെ അനുഭവം കാട്ടിക്കൊണ്ട് പാർട്ടിയിലേക്ക് എത്താൻ തയ്യാറെടുത്തിരിക്കുന്നു. കൂടുതൽ കക്ഷികൾ അല്ലെങ്കിൽ കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് എത്തുന്നു എന്നതും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ആ രാഷ്ട്രീയ മാറ്റത്തിനൊപ്പം തന്നെ വേണ്ട പിന്തുണ അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് വികസന രേഖയടക്കം പ്രഖ്യാപിക്കുകയും ഇന്ന് സാബു ജേക്കബ് അടക്കം പ്രധാനമന്ത്രി ഉള്ള വേദിയിൽ വെച്ച പാർട്ടിയുടെ വേദിയിൽ അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് അടക്കം സ്വീകരിക്കുക അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് വരികയും ചെയ്യുന്നത്. ഇന്നലെ അത്തരത്തിലുള്ള പ്രഖ്യാപനം. ശരി രജിത്ത്, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാന നഗരിയിൽ എത്തുകയാണ്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയുടെ വികസന രേഖ എന്ന് പറയുകയാണ്. മറ്റൊന്ന്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അത് മുന്നിൽ കണ്ടുള്ള നീക്കം BJP വളരെ ശക്തമായി തന്നെ നടത്തുകയാണ്. എന്തായാലും രജിത്താണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം NDAയുമായുള്ള സഖ്യത്തിന് പിന്നാലെ 2020 പഞ്ചായത്ത് മെമ്പർമാരെ ഒപ്പം നിർത്താൻ ശ്രമവുമായി LDFും UDFും കുന്നത്തുനാടിൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയാണ് ഇരു മുന്നണികൾക്കുമുള്ളത്. അതേസമയം ഇന്ന് സാബുവും ജേക്കബ് പ്രധാനമന്ത്രിക്കൊപ്പം തിരുവനന്തപുരത്ത് വേദി പങ്കിടും. AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് നിർണായക തീരുമാനം 2020 ഭാഗത്തു നിന്നും വരുന്നത്. പക്ഷേ അപ്പോഴും ഈ NDAയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും UDFനും LDFനും അതൊരു കനത്ത വെല്ലുവിളിയാകുമെന്നുള്ള ഒരു ഭയപ്പാട് അവർക്കുണ്ട്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് വലിയ നേട്ടമുണ്ടാക്കാൻ 2020 ഇത്തവണ സാധിച്ചതുമില്ല. ആ ഒരു ഘട്ടത്തിൽ എന്തായാലും അണികളെയെങ്കിലും കൂടെ ചേർക്കാനുള്ള നീക്കമാണോ LDFും UDFും നടത്തുന്നത്?
ലിജിൻ, മുൻ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ചില പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും കൂടുതൽ മേഖലകളിലേക്ക് 2020 വലിയ രീതിയിലുള്ള ഒരു വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് തൃക്കാക്കര മണ്ഡലത്തിലും അതുപോലെ തന്നെ മൂവാറ്റുപുഴ, അതുപോലെ തന്നെ ഇടുക്കിയുടെ ചില ഭാഗങ്ങൾ, അത് തൊടുപുഴ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വോട്ട് നേടാനും പല സീറ്റുകൾ ലഭ്യമാക്കാനും ഒക്കെ 2020 സാധിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് 2020 സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, തിരുവാണിയൂർ പഞ്ചായത്ത് CPM LDF കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാനും 2020 സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് ആയിരുന്നു 2020യുടെ ഇത്തവണത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ചില പഞ്ചായത്തുകൾ പോയി എങ്കിൽ കൂടിയും ഈ വിധത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ തന്നെ കൂടുതൽ സീറ്റുകൾ നേടാനും 2020 സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സാബു M. ജേക്കബിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കം അത് മറ്റ് മുന്നണികളെ LDF-നെയും UDF-നെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സാബു M. ജേക്കബ് സ്വന്തം ബിസിനസ് ലാഭങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ കൂടുമാറുന്നു. അതാണ് ബിസിനസ് ലാഭം, സ്വന്തം ലാഭം മാത്രമാണ് സാബു M. ജേക്കബിന്റെ രാഷ്ട്രീയം എന്ന രീതിയിലാണ് LDF-ഉം UDF-ഉം ഇതിനെ ഉയർത്തിക്കാട്ടാനായിട്ട് ശ്രമിക്കുന്നത്. ആ രീതിയിലാണ് ഇന്നലെ മുതൽ ഈ ജില്ലാ നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയായിരിക്കും ഇനിയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണ പരിപാടികളിലൊക്കെ തന്നെ NDAയെ പ്രതിരോധിക്കാനായിട്ട് ഈ മേഖലകളിൽ 2020യുടെ സ്വാധീന മേഖലകളിൽ LDF-ഉം UDF-ഉം ശ്രമിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ 2020യിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാനും ഉള്ള ശ്രമങ്ങളും ചർച്ചകളും തുടങ്ങിയെന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ലിജിൻ, ശരി, എന്തായാലും 2020 NDAയുടെ ഭാഗമായി കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണ് അണികളെയെങ്കിലും കൂടെ ചേർക്കാൻ കഴിയുമോ എന്നുള്ള നീക്കവുമായി LDF-ഉം UDF-ഉം രംഗത്തുള്ളത്. വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ അംഗങ്ങളുടെ, പ്രത്യേകിച്ച് 2020യിലെ ഭാഗമായിരിക്കുന്ന ആളുകളുടെ ഒരു പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ് മുന്നണികളുടെ ലക്ഷ്യം. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുകയാണ്. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് മുരാരി ബാബു ജാമ്യ ഹർജി നൽകിയത്. അതേസമയം തന്ത്രി കണ്ഠരർ രാജീവരെ SIT സംഘം വീണ്ടും ചോദ്യം ചെയ്തു. വിശദാംശങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. ഇന്ന് മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധി വരികയാണെങ്കിൽ അദ്ദേഹം പുറത്തിറങ്ങും. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യം പുറത്തിറങ്ങുന്ന വ്യക്തിയായി മുരാരി ബാബു മാറും. സ്വാഭാവികമായും ഈ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ 90 ദിവസമായിട്ടും ഈ കുറ്റപത്രം സമർപ്പിക്കാൻ SIT തയ്യാറായില്ല. SITക്ക് നേരെ അത്ര ഒരു വിമർശനം ഉണ്ടാകാൻ തന്നെയല്ലേ സാധ്യത ഈ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ? തീർച്ചയായും ലിജിന്, അങ്ങനെ ഒരു വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർന്നു കഴിഞ്ഞിരുന്നു. അത് പ്രധാനമായും മുരാരി ബാബുവിന്റെ കേസിൽ ഇന്നൊരു ദിവസം, അല്ലെങ്കിൽ ഈ കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിധി ഇന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വിമർശനം കൂടുതൽ ശക്തമാകുമെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ റിമാൻഡ് കാലാവധിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി ഫയൽ ചെയ്തു. പക്ഷേ ആ ജാമ്യ ഹർജിയിലൊന്നും വിജിലൻസ് കോടതി യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതിരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഒരു കേസിൽ, അതായത് ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകിയത്. പക്ഷേ കട്ടിളപ്പാല കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ തുടരുന്നതിനാൽ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിയമപരമായി ഏറെ വിമർശനങ്ങൾ SITക്കെതിരെ, പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഉയർന്നിരുന്നു. കാര്യം 90 ദിവസം ആയിട്ട് പോലും എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ നിയമപരമായി തന്നെ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുരാരി ബാബുവിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റിലാകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുരാരി ബാബുവിന് 2 കേസുകളിലും ഒരേ ദിവസമാണ് അറസ്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ മുരാരി ബാബുവിന്റെ 90 ദിവസത്തെ കഴിയുമ്പോൾ, അതായത് അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കേണ്ട ദിവസം 90 ദിവസം പിന്നിടുമ്പോൾ ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ ഹർജിയാണ് ഇപ്പോൾ മുരാരി ബാബുവിന് വേണ്ടി പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ മുരാരി ബാബുവിന് ജാമ്യം നൽകുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തിറങ്ങുന്ന വ്യക്തി എന്ന ഒരു കാര്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടിപ്പുകേടായി വേണം
കരുതാൻ എന്ന തരത്തിലുള്ള നിയമ വിദഗ്ധരുടെ വിലയിരുത്തലുകളും പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് തന്ത്രിയുടെ റിമാൻഡ് കാലാവധി നീട്ടി വാങ്ങാനുള്ള ഒരു ശ്രമവും ഇന്നുണ്ടാകും. ശരി സുധീഷ്, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് ഈ റിമാൻഡിൽ കഴിയുന്ന മുരാരി ബാബുവിൻ്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെയും 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല SIT. അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയരുകയാണ്. അത് മുതലാക്കിക്കൊണ്ടാണ് സ്വാഭാവികമായി മുരാരി ബാബു ഈ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി ഹർജി നൽകുകയും അതിൽ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഇന്നത്തെ വിധി വരുമ്പോൾ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള, ഇത്രയും വലിയ പ്രമാദമായ സ്വർണ്ണക്കൊള്ളയിൽ വളരെ നിസ്സാരമായി പുറത്തിറങ്ങുന്ന ആദ്യ വ്യക്തിയായി മുരാരി ബാബു മാറും. സ്വാഭാവികമായും SIT സംഘം വലിയ വിമർശനം നേരിടേണ്ടി വരും, കേൾക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകസമാധാനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലാണ് സമിതി നിലവിൽ വന്നതായി ട്രംപ് പ്രഖ്യാപിച്ചത്. 19 രാജ്യങ്ങൾ സമിതിയിൽ അംഗങ്ങളായപ്പോൾ ഇന്ത്യ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളായില്ല. ഗാസയിൽ സുസ്ഥിര സമാധാനം ഉണ്ടാക്കുക, പിന്നീട് ലോകത്തെ സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരവേദിയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോർഡ് ഓഫ് പീസ് സ്ഥാപിച്ചത്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ച് ലോക സാമ്പത്തിക ഫോറത്തിലാണ് സമിതി നിലവിൽ വന്നതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ട്രംപ് തന്നെയാണ് ബോർഡ് ഓഫ് പീസിന്റെ സ്ഥിരം മേധാവി. സമിതിയുടെ പ്രമാണരേഖയും മുദ്രയും ഇതോടൊപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ അംഗങ്ങളാകാൻ 50ഓളം രാജ്യങ്ങളെ ക്ഷണിച്ചിരുന്നു. ഹംഗറി, അർജന്റീന, ബഹ്റൈൻ, സൗദി, ഖത്തർ, പാകിസ്ഥാൻ ഉൾപ്പെടെ 19 രാജ്യങ്ങൾ $1 ബില്യൺ നൽകി സമിതിയിൽ അംഗങ്ങളായി ഒപ്പിട്ടു. എന്നാൽ ഇന്ത്യ വിട്ടുനിന്നു. UN സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായ ചൈന, റഷ്യ, ഫ്രാൻസ്, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപിന്റെ നടപടിയോട് മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി $100 കോടി സംഭാവന നൽകുമെന്ന് പറഞ്ഞ റഷ്യ സമിതിയെക്കുറിച്ച് പഠിച്ചതിനു ശേഷം മാത്രം തീരുമാനമെന്നാണ് നിലപാടെടുത്തത്. എന്നാൽ ചൈന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായാണ് ട്രംപ് ബോർഡ് ഓഫ് പീസ് പ്രഖ്യാപിച്ചതെന്നും ലോകത്തിന് തന്നെ ഇതൊരു വെല്ലുവിളിയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്കും ഇതിൽ ആശങ്കയുണ്ട്. എന്നാൽ UN-മായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. Today we're announcing more details regarding the Board of Peace, so important. This board has the chance to be one of the most consequential bodies ever created. UN-ന്റെ ഏറ്റവും കരുത്തുറ്റ സമിതിയായ രക്ഷാസമിതിയിലെ 5 സ്ഥിരമംഗങ്ങളിൽ US മാത്രമാണിപ്പോൾ സമിതിയിലുള്ളത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ 20 ദിന പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച ബോർഡ് ഓഫ് പീസിനെ UN രക്ഷാസമിതി പ്രമേയത്തിലൂടെ അംഗീകരിച്ചിരുന്നു. ഹ്രസ്വകാലത്തേക്കാണ് ഈ അംഗീകാരം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഷിംജിത നൽകിയ പരാതിയിൽ തൽക്കാലം പോലീസ് കേസെടുക്കില്ല. പയ്യന്നൂർ സ്റ്റേഷനിലാണ് ഷിംജിത പരാതി നൽകിയത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെടുക്കണമോ എന്ന് തീരുമാനിക്കാമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഷിംജിതയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് കരുതുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും MM രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ പരാതിയിൽ കേസ് എടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത ഉണ്ട്. പോലീസ് തൽക്കാലം കേസ് എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഷിംജിത പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ പോലീസ് അത്തരമൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തുന്നത്? തീർച്ചയായും ഈ സംഭവത്തിന് ശേഷമാണ് മെയിലായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി കേസെടുക്കേണ്ടതുണ്ടോ എന്നുള്ള പ്രാഥമിക പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. ഒപ്പം തന്നെ ഈ അയച്ചിരിക്കുന്ന മെയിലിൽ ഒപ്പ് വ്യാജമാണോ എന്നുള്ള സംശയമുണ്ട്. എങ്ങനെ സ്പർശിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാതിയിൽ കൃത്യമായി പറയുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ഈ നിലവിൽ ഉള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു കൗണ്ടർ പരാതിയായി മുന്നോട്ട് പോകാനുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷിംജിത പരാതി നൽകിയിട്ടുള്ളത് എന്നതിനാൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതിയെന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതേസമയം ഷിംജിതയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണങ്ങൾ നടക്കുക. നിലവിൽ ഷിംജിതയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എത്ര വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട്, ഈ വീഡിയോയിൽ നേരത്തെ തന്നെ വ്യക്തമായതാണ് എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. എത്ര
എത്രമാത്രം എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും പരിശോധന നടത്തും. ഇതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. നേരത്തെ തന്നെ പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ബസ്സിൽ വെച്ച് അസ്വാഭാവികമായി ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ബസ് ജീവനക്കാരുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാനസിക പ്രയാസത്തിലാണ് എന്ന് ദീപക് പറഞ്ഞ സുഹൃത്തുക്കൾ, ഒപ്പം തന്നെ ബന്ധുക്കൾ, ഇവരുടെ എല്ലാം തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസവും ഷിംജിത പറയുന്നത് ഇത്തരമൊരു അതിക്രമം തനിക്ക് നേരെ ഉണ്ടായി എന്നുള്ള വാദമായിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ അതൊന്നും തന്നെ കണ്ടെത്താനായില്ല. മാത്രമല്ല ഷിംജിത പറയുന്നതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള തെളിവുകളോ അല്ലെങ്കിൽ അവർ പറയുന്നത് സാധൂകരിക്കുന്ന രീതിയിലുള്ള മറ്റൊന്നും ലഭിച്ചതുമില്ല. സ്വാഭാവികമായും ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസ് പരിശോധിക്കുമ്പോൾ അതിലൊരു വ്യക്തത വരും എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇതിനകത്ത് എത്ര വീഡിയോകൾ ചിത്രീകരിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതായത് ഏകദേശം 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചു എന്നാണ് നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഈ കേസ് ഉയർന്ന അല്ലെങ്കിൽ കേസിൻ്റെ വിഷയം വരുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് ഷിംജിതയോട് മൊബൈലിൽ നിന്ന് മറ്റ് വീഡിയോകളൊന്നും തന്നെ ഡെലിറ്റ് ചെയ്യരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എത്ര വീഡിയോകളുണ്ട് അല്ലെങ്കിൽ ഷിംജിത ബസ്സിൽ വെച്ച് തന്നെ എത്ര തവണ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകും. നേരത്തെ തന്നെ പലരും ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ബോധപൂർവം ഒരു കണ്ടന്റ് ക്രിയേഷനാണ് നടന്നത് എന്നുള്ള കാര്യത്തിലാണ്. അത്തരത്തിലുള്ളൊരു വീഡിയോ നിർമ്മാണത്തിനുള്ള ശ്രമമായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ പുറത്തു വരുന്നതോടുകൂടിയായിരിക്കും ഇതിനകത്ത് ആത്മഹത്യ പ്രേരണ കുറ്റത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതും ഒപ്പം കേസിൻ്റെ തീവ്രത വർദ്ധിക്കുന്നതും. ശരി, എന്തായാലും കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിലാണ് പോലീസ് ഇപ്പോൾ ശ്രദ്ധ ചെയ്യുന്നത്. അതിനിടയിലാണ് ഷിംജിത പരാതി നൽകിയത്. പക്ഷേ ഈ ഷിംജിതയുടെ അറസ്റ്റിന് ശേഷമാണ് ഇത്തരമൊരു പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ കേസ് എടുക്കണമോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു അവ്യക്തത തുടരുന്നു. അത് തീരുമാനിച്ച ശേഷമായിരിക്കും കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോവുക. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ കൂടിക്കാഴ്ച ഇന്ന് നടക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവർ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെ കാണും. ഡൽഹി ചർച്ചകളിൽ കോൺഗ്രസിലെ സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിൽ ധാരണയായേക്കും. കെ ബാബു ഒഴികെ മറ്റുള്ളവരെല്ലാം മത്സരിക്കാനാണ് സാധ്യത. അതേസമയം കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ശശി തരൂർ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കില്ല. ഇടുക്കി പീരുമേട്ടിലെ പല തേയിലത്തോട്ടങ്ങളും കടുത്ത പ്രതിസന്ധിയിലാണ്. തൊഴിലാളികൾക്ക് മാസങ്ങളായി ശമ്പളമില്ല. ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലാണ് ഇവരുടെ താമസം. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തൊഴിലാളികൾക്ക് കൃത്യമായ ശമ്പളം നൽകുകയും അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു തോട്ടമുണ്ട്. പാമ്പനാർ ചിദംബരം NR എസ്റ്റേറ്റ്. ഇവിടെ തൊഴിലാളികൾ സംതൃപ്തരാണ്. പീരുമേട്ടിൽ തേയിലത്തോട്ടം പ്രതിസന്ധി തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായി. നിരവധി തോട്ടങ്ങൾ അടഞ്ഞുകിടക്കുന്നു. പ്രവർത്തിക്കുന്ന തോട്ടങ്ങൾ തന്നെ പ്രതിസന്ധിയിലാണ്. തൊഴിലാളികൾക്ക് മാസങ്ങളായി ശമ്പളമോ മറ്റാനുകൂല്യങ്ങളോ ഇല്ല. ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലാണ് തൊഴിലാളികളുടെ താമസം. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പാമ്പനാർ ചിദംബരം NR എസ്റ്റേറ്റ്. സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ തൊഴിലാളി ലയങ്ങളുടെ നവീകരണം പൂർത്തിയായി വരുന്നു. എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം. ഇവിടെ തൊഴിലാളികൾ സംതൃപ്തരാണ്. തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. ലൈൻസ് പണിയെല്ലാം കൃത്യമായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അത് തൊഴിലാളികൾക്ക് ഭയങ്കര സന്തോഷമാണ്. ചോർന്ന് കൊടുക്കാതെ തൊഴിലാളികൾ நிம்மதியாட்டு கடந்து உறங்குന്നുണ്ട്. கிருத்தியமான சம்பளம் கிடச்சிக்கிட்டு இருக்குது. அதுபோல் எங்களுக்கு கொடுக்கக்கூடிய ஆனுகூல்யம் எல்லாமே கரெக்டாக கிருத்தியமாக கிடச்சிக்கிட்டு இருக்குது. இங்கே சம்பளம் 1ஆம் தேதி கரெக்டாக எங்களுக்கு கிடச்சிக்கிட்டு இருக்குது. அது மாத்திரம் இல்லை, எஸ்டேட்டில் லைன்ஸ் எல்லாம் ரிப்பேர் பண்ணி புதுசாட்டு கொடுக்காங்க. அது இல்லாமல் நல்ல தோட்டம் நல்லா நடந்து போகுது. எங்களுக்கு ஒரு குழப்பமும் இல்லை. இதே மாதிரி എല്ലാ എസ്റ്റേറ്റും മുന്നോട്ട് പോകണമെന്ന് ഞാൻ നിனைக்கிறேன். ആധുനിക രീതിയിലുള്ള ഫാക്ടറിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. സർക്കാരുമായി കരാറിലേർപ്പെട്ട തോട്ടം മാനേജ്മെന്റുകൾക്ക് ലയങ്ങളുടെ നവീകരണ ചെലവിന്റെ 30% സർക്കാർ സാമ്പത്തിക സഹായം നൽകും. ഇതിനായി ഇടുക്കി ജില്ലയ്ക്ക് 2 കോടി രൂപയാണ് അനുവദിച്ചത്. പീരുമേട് തേയിലത്തോട്ടം മേഖല പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിന്റെ ശുഭസൂചനകളാണ് ചിദംബരം NR എസ്റ്റേറ്റ് നൽകുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ടൗണിൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കലുങ്ക് നിർമ്മാണം നടത്തിയ സ്ഥലത്ത് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് റീടാറിംഗ് ഇല്ല. ഇതിനെതിരെ വ്യാപാരികളും തൊഴിലാളികളും സംഘടിച്ചെത്തി തകർന്ന മലയോര പാതയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. അധികൃതർക്കെതിരെ സമരം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ.
നൂറുകണക്കിന് യാത്രക്കാർ വന്നിറങ്ങുന്ന മലയോര പാതയിൽ വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡ് പരിസരത്തായാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് റോഡ് പൊളിച്ച് കലുങ്ക് നിർമ്മിച്ചത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണത്തിന്റെ പേരിൽ പൊളിച്ചുമാറ്റിയ റോഡ് റീടാറിംഗ് നടത്തുവാനുള്ള യാതൊരു നടപടിയും അധികൃത ഭാഗത്തു നിന്നുമില്ല. മുന്നറിയിപ്പ് ബോർഡ് പോലും ഇല്ലാത്തതിനാൽ ഇതിനകം നിരവധി പേർക്ക് കലുങ്കിൽ വീണ് പരിക്കേൽക്കുകയുണ്ടായി. റോഡ് റീടാർ ചെയ്യാൻ നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥർക്കും കരാറുകാരനുമെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. കരാറുകാരനും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളികൾ റീടാറിംഗ് നടപടികൾ ഇല്ലാതാക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ചെയ്യാം എന്നുള്ള മറുപടി അല്ലാതെ അതിനപ്പുറം ഒരു സൂചനാ ബോർഡ് പോലും ഈ വളവിലക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. ഹിമിനടി എയുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഈ റോഡിൽ അപകടമുണ്ടാകാതെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്. അതിന് ശ്രമിക്കാതെ ഒരു സൂചനാ ബോർഡ് പോലും വെക്കാതെ നിരുത്തരപരമായ പെരുമാറ്റമാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വ്യാപാരികളും തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും ഉൾപ്പെടെ വാഴനട്ട് വെള്ളരിക്കുണ്ട് ടൗണിൽ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു. ഉടൻ നടപടികളില്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വീട്ടുപടിക്കലിലേക്ക് സമരവുമായി നീങ്ങുമെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, കാസർഗോഡ്. മലപ്പുറത്ത് 5 ബംഗ്ലാദേശികൾ പിടിയിലായി. മതിയായ രേഖകളില്ലാത്ത 5 പേരെ ഇന്നലെ കൊണ്ടോട്ടി പോലീസാണ് പിടികൂടിയത്. 1.5 മാസം മുൻപാണ് ഇവർ കേരളത്തിലെത്തിയത്. കപ്പ ലോഡ് കയറ്റുന്ന വണ്ടിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇവരെ കൊല്ലത്തെ ട്രാൻസിറ്റ് ഹോമിലേക്ക് മാറ്റി. ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം തേവാരം റോഡിനായുള്ള ജനകീയ ആവശ്യം വീണ്ടും സജീവമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ശക്തമായ സമരമാണ് നടക്കുന്നത്. തേവാരത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരവും നടത്തി. തേനി തേവാരത്ത് തമിഴ്നാടിന്റെ ഭാഗമായ 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗതയോഗ്യമാക്കി പാത പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യത്തിന് 6 പതിറ്റാണ്ട് പഴക്കമുണ്ട്. മുൻപ് ചരക്ക് നീക്കം വരെ നടന്നിരുന്ന നെടുങ്കണ്ടം തേവാരം തേവാരം റോഡ് തമിഴ്നാട് അടയ്ക്കുകയായിരുന്നു. 1964-ൽ MGR തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ റോഡ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ തമിഴ്നാട് വനം വകുപ്പിന്റെ എതിർപ്പ് മൂലം പദ്ധതി നടപ്പാക്കാനായില്ല. പിന്നീട് 1981-ൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. പിന്നീട് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല. പാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയുടെ അതിർത്തി ജില്ലയായ തേനിയിലെ തേവാരത്ത് ശക്തമായ സമരങ്ങളാണ് നടക്കുന്നത്. ശബരിമല വന്നാലും അതേമാതിരി ഒൻപി ആക്കിடுறாங்க, சுத்தி போறாங்க. அதுக்கும் இந்த பாதை வந்துச்சுன்னா ஆக்சிடென்ட் இல்லாத பாதை 3.5 கிலோமீட்டர் பாதை. அதை தயவு செஞ்சு அரசாங்கம் இதை மனதில் எடுத்துக்கொண்டு தமிழ்நாடு அரசாங்கம் தான் முக்கியமா காரணம். சட்டசபையில இதை பாஸ் பண்ணி சென்ட்ரல் கவர்மெண்ட் கொண்டு போய் சேர்த்து ரெடி பண்ணாங்கன்னா நல்லா இருக்கும். റോഡ് യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് സമരത്തിന് പിന്തുണയറിയിച്ച് തേവാരത്തെത്തിയ KPCC സെക്രട്ടറി MN ഗോപി പറഞ്ഞു. വരും ദിവസങ്ങളിലും ശക്തമായ തുടർ സമരങ്ങളുമായി രംഗത്തു വരാനാണ് ഇടുക്കിയിലെയും തേവാരത്തെയും ജനങ്ങളുടെ തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി. ആലപ്പുഴ നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നുള്ള മലിനജല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. മലിനജലം സംസ്കരിക്കുന്നതിനായി ജപ്പാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് പ്രശ്നപരിഹാരത്തിന് വഴിതെളിക്കുന്നത്. നഗരത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ സ്ഥാപിച്ച പദ്ധതി വിജയം കണ്ടതോടെ നഗരത്തിലെ പ്രധാന ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മികച്ച സ്റ്റാർട്ടപ്പുകളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച സ്മാർട്ട് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച ലോറിയിൽ സജ്ജീകരിച്ച് സഞ്ചരിക്കുന്ന സംസ്കരണ സംവിധാനമാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. സർക്കാരിൻ്റെ ദ്രാവക മാലിന്യ പരിപാലന നയങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായാണ് പദ്ധതി. 1 ലിറ്റർ മലിനജലം ടാങ്കറിൽ കൊണ്ടുവന്ന് ശുദ്ധീകരിക്കുന്നതിന് 60 പൈസയും പ്ലാന്റിൽ നേരിട്ടെത്തിച്ചാൽ 30 പൈസയുമാണ് ചാർജ്. ടാങ്കറിൽ അളവ് കൂട്ടാനുള്ള സജ്ജീകരണങ്ങളുമുണ്ട്. ഒരു ദിവസം എത്ര ലിറ്റർ മലിനജലം വേണമെങ്കിലും സംസ്കരിക്കാം. പദ്ധതിയിലൂടെ ശുദ്ധീകരിക്കുന്ന ജലം ഓടകളിലേക്ക് ഒഴുക്കുകയോ ചെടികൾ നനയ്ക്കുകയോ ചെയ്യാം. സംസ്കരിച്ച മലിനജലം ജലാശയത്തിലേക്ക് ഒഴുക്കണമെങ്കിൽ അതിലെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 10 പാർട്സ് പെർ മില്യൺ കവിയരുത് എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം. പ്ലാന്റിൽ സംസ്കരിച്ച വെള്ളത്തിലെ BOD 5-ന് താഴെയാണെന്നതും പദ്ധതിയുടെ വിജയമാണ്. ആലപ്പുഴ നഗരസഭ, ഹരിത കേരളം മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ശുചിത്വ മിഷൻ, KHRA എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ വഴിച്ചേരിയിലാണ് ഇപ്പോൾ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നീക്കം. അമൃത ന്യൂസ്, ആലപ്പുഴ. കോട്ടയം പാക്കിൽ സ്വദേശി സാബു തോമസിന്റെ വീട്ടിന് മുറ്റത്തെ നിറയെ കായ്കളുള്ള ഓറഞ്ച് മരം കൗതുക കാഴ്ചയായി മാറുകയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഈ ഓറഞ്ച് മരം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. വരുന്നവർക്കൊക്കെ കൈനിറയെ ഓറഞ്ചും കൊടുത്താണ് സാബു അവരെ മടക്കി അയക്കുന്നത്.
കോട്ടയം പാക്കിൽ പടന്തലത്ത് വീട്ടിൽ സാബു തോമസിന്റെ വീട്ടിലെ ഓറഞ്ച് മരം കാണാൻ പോയാൽ രണ്ടുണ്ട് കാര്യം. നിറയെ കായകളുള്ള മരത്തിന്റെ വീഡിയോസ് എടുത്ത് റീൽസും ഉണ്ടാക്കാം. പിന്നെ ആവശ്യം പോലെ ഓറഞ്ച് പറിച്ച് കഴിക്കുകയും ചെയ്യാം. 2 മാസമായി നിരവധി പേരാണ് ഇതിനായി സാബുച്ചായന്റെ വീട് തേടി എത്തിയത്. വീടന്വേഷിച്ച് അധികം അലയേണ്ടി വരില്ല. വീടിന് മുന്നിലെ ഓറഞ്ച് മരം തന്നെയാണ് അടയാളം. 35 വർഷം മുൻപ് സാബുച്ചായൻ പാമ്പാടിയിലുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് നട്ട ഓറഞ്ച് തൈയാണ് വളർന്ന് പടർന്ന് പന്തലിച്ച് നിറയെ കായ്കളുമായി നിൽക്കുന്നത്. ഓറഞ്ച് മരം കഴിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറച്ചായി. എന്നാൽ അടുത്തിടെ ചിലർ വീഡിയോസ് റീൽസായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ മരം വൈറലായത്. സമീപവാസികൾ പോലും ഈ മരത്തെക്കുറിച്ച് അറിഞ്ഞതും റീൽസിലൂടെയാണ്. ഒരു 4-5 വർഷം മുതൽ ഇത് കായ്ക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ഉപകാരമായിട്ട് കിട്ടുകയില്ലായിരുന്നു. ഓരോ വർഷം കൂടുന്തോറും കായ്കളും കൂടുതലുണ്ടാകും, നല്ല മധുരവുമാണ്. അയൽവക്കത്തുള്ള ആൾക്കാർക്ക് പോലും ഇത് അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന്. അപ്പം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവർക്കും ആവശ്യാനുസരണം പറിക്കാനുള്ള സംവിധാനമുണ്ട്. 2 ആഴ്ച മുൻപ് വരെ രാവിലെ മുതൽ ഓറഞ്ച് മരത്തിന്റെ ചിത്രങ്ങൾ എടുക്കാനും ഓറഞ്ച് രുചിക്കാനും ധാരാളം ആളുകൾ എത്തിയിരുന്നു. ഇതിലെ പഴത്തിന്റെ കുരു നട്ടുണ്ടായ ഒരു ചെറിയ ഓറഞ്ച് തൈ സമീപത്തായി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനവും തരവും ഒന്നും അറിയില്ലെങ്കിലും ഓറഞ്ച് മരം വൈറലായതിൻ്റെ സന്തോഷത്തിലാണ് സാബുച്ചായൻ. നിറം പോലെ തന്നെ നല്ല മധുരമുള്ള ഓറഞ്ചാണ്. രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും പ്രയോഗിക്കാത്ത ഈ മധുരമുള്ള ഓറഞ്ച് മരത്തിൽ നിന്നും നേരിട്ട് പറിച്ച് കഴിക്കാൻ കോട്ടയം പാക്കിലെ പടനിലത്ത് വീട്ടിൽ സാബുച്ചായൻ്റെ വീട്ടിലെത്തിയാൽ മതി. ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്, കോട്ടയം. സ്ഥലം സ്വിറ്റ്സർലാൻഡിലെ ദാവോസ്. 56ാമത് ലോക സാമ്പത്തിക ഫോറം അതിഗംഭീരമായി അവിടെ നടക്കുകയാണ്. അതിനിടയിൽ തെരുവുകൾ കീഴടക്കിയിരിക്കുകയാണ് ഒരു ഫ്ലാഷ് മോബ്. ദാവോസിലെ തെരുവുകൾ അപ്രതീക്ഷിതമായാണ് തത്സമയ ടെക് എക്സ്പോ ആയി മാറിയത്. പലതരത്തിലുള്ള റോബോട്ടുകൾ, മനുഷ്യനെ പോലും പിന്നിലാക്കുന്ന വിധത്തിലുള്ള നൃത്ത ചുവടുകൾ. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ എത്ര പെട്ടെന്നാണ് ആ ഫ്ലാഷ് മോബിൽ അലിഞ്ഞു ചേർന്നത്. ചൈനക്കാരെ സമ്മതിക്കണം. തങ്ങളുടെ പ്രോഡക്റ്റുകൾ വിൽക്കാനും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനും അവർ നടത്തുന്ന ശ്രമങ്ങൾ നമ്മളേവരും കണ്ടു പഠിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ അവരെ തോൽപ്പിക്കാൻ ഈ അടുത്ത കാലത്തൊന്നും ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളുടെ ഇടപെടലുകൾ നിയന്ത്രിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് നിയമപരമായി ബാധ്യതയുണ്ട് എന്ന് UAE നടപ്പിലാക്കിയ പുതിയ നിയമം വ്യക്തമാക്കുന്നു. രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് കുട്ടികളുടെ സുരക്ഷയ്ക്കായി UAE നടപ്പിലാക്കുന്ന ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി ലോ ബാധകമാണ്. കുട്ടികളുടെ ഓൺലൈൻ ഇടപെടലുകൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നത് UAEയിൽ ഇനി മുതൽ മാതാപിതാക്കളുടെ നിയമപരമായ ഉത്തരവാദിത്വമാണ്. ഡിജിറ്റൽ ലോകത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UAE ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി ലോ നടപ്പാക്കുന്നത്. UAEയിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നുമുള്ള എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നിയമത്തിന്റെ പരിധിയിൽ വരും. 13 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സ്വകാര്യ വിവരങ്ങൾ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ശേഖരിക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് അധികാരമില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, വെബ്സൈറ്റുകൾ തുടങ്ങി കുട്ടികൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പ്രായപരിധി സ്ഥിരീകരണം, രക്ഷാകർത്താക്കൾക്കുള്ള നിയന്ത്രണം എന്നിവ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉറപ്പാക്കണം. മാതാപിതാക്കൾക്ക് പുറമെ കുട്ടികളെ പരിചരിക്കുന്ന ആയമാർ ഉൾപ്പെടെയുള്ളവരും കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷയ്ക്ക് ഉത്തരവാദിത്തമുള്ളവരാണെന്നും നിയമം വ്യക്തമാക്കുന്നു. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ അധികൃതരെ അറിയിക്കണമെന്നും നിബന്ധനയുണ്ട്. 18 വയസ്സ് പൂർത്തിയാകാത്തവർ ഓൺലൈൻ വാണിജ്യ ഗെയിമുകളിൽ പങ്കെടുക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഇന്റർനെറ്റ് സേവനദാതാക്കളും ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം. UAE സൈബർ സുരക്ഷാ കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം 8 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ 72% പേരും ദിവസവും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ 43% രക്ഷിതാക്കൾ മാത്രമാണ് കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുകയാണ്. തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖയും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. രാവിലെ വിമാനത്താവളത്തിൽ നിന്നും പുത്തരിക്കണ്ടത്തിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര റോഡ് ഷോയായി നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതിവേഗ റെയിൽപാത പ്രഖ്യാപനത്തിനും സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മോദി തമിഴ്നാട്ടിലേക്ക് തിരിക്കും. വിവരങ്ങളുമായി
രജിത്ത് ചേരുകയാണ്. രജിത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തായാലും ഇന്ന് എത്തുന്നു. മാത്രമല്ല ഇതൊരു വലിയ പരിപാടിയായി മാറ്റാനാണ് BJP ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏതു ഘട്ടത്തിലാണ്? എപ്പോഴായിരിക്കും അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തുക? ഇതിന് അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ വരവിനായി പാർട്ടിയും അതുപോലെ തന്നെ നാടും കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നഗരത്തിലെത്തി അല്ലെങ്കിൽ സംസ്ഥാനത്തെത്തി വികസന രേഖ, നഗരത്തിൻ്റെ ഒരു വികസന രേഖ തന്നെ പ്രഖ്യാപിക്കുമെന്ന പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അതാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി 10 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം അവിടെ നിന്നും അദ്ദേഹം റോഡ് മാർഗമാണ് പുത്തരിക്കണ്ടം പരിപാടി പൊതുസമ്മേളനം നടക്കുന്ന പുത്തരിക്കണ്ടത്തേക്ക് എത്തുന്നത്. ആദ്യം റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അതിൽ തന്നെ 4 ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്യും. തുടർന്ന് പ്രധാന 2 പദ്ധതികളുണ്ട്. അത് ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഹബിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മമാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് PM നിധി ക്രെഡിറ്റ് കാർഡുകളുടെ ലോഞ്ചിങ്. ഈ 3 പരിപാടികളാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക വേദിയിൽ വെച്ച് നടത്തുന്നത്. ഒപ്പം തന്നെയാണ് പിന്നീട് അദ്ദേഹം പാർട്ടി പരിപാടിയിലാണ്. അവിടെ തന്നെ ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെയാണ് ഈ 2 വേദികളും സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ നടക്കുന്ന പാർട്ടി പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു വികസന രേഖയുടെ പ്രഖ്യാപനമടക്കം അദ്ദേഹം നടത്തുക. എന്നാൽ റെയിൽവേയുടെ പരിപാടിയിലടക്കം അദ്ദേഹം കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ്. അതിവേഗ റെയിൽ, കേരളത്തിന് വേണ്ടി ഒരു അതിവേഗ റെയിൽപാത പദ്ധതി അടക്കം അദ്ദേഹം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്ത് തന്നെയായാലും കേരളത്തിന് കൂടുതൽ പദ്ധതികൾ നൽകിക്കൊണ്ട് കേരളത്തിലേക്ക് ഒരു മിഷൻ കേരള പദ്ധതി തന്നെ പാർട്ടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമായും തിരുവനന്തപുരം കോർപ്പറേഷൻ പാർട്ടി പിടിച്ചെടുത്ത ഒരു സാഹചര്യമുണ്ട്. ആ കോർപ്പറേഷനിൽ ഭരണം ആരംഭിച്ചത് മുതൽ തന്നെ കേരളത്തിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ അടക്കം പാർട്ടി ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വികസന രേഖ പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ കൂടുതൽ പദ്ധതികൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് കേരളത്തിൽ കൂടുതൽ പദ്ധതികൾ പാർട്ടി തലത്തിലൂടെ തന്നെ എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്തുതന്നെയായാലും പ്രധാനമന്ത്രി 10 മണിയോടുകൂടിയാണ് വിമാനത്താവളത്തിലെത്തുന്നത്. അവിടെ നിന്നും റോഡ് മാർഗം പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് എത്തും. ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ മുതൽ തന്നെ ഒരു റോഡ് ഷോ ആയി തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു റോഡ് ഷോ ആയി തന്നെ പുത്തരിക്കണ്ടത്തേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഭാഗങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ളത്. കൂടുതൽ പോലീസുകാരെ അടക്കം വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഭാഗങ്ങളൊക്കെയും റെഡ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെയാണ് ആ പ്രദേശങ്ങൾ കടന്നു പോകുന്നത്. റോഡിന് ഇരുവശവും അടക്കം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനടക്കമുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തകർക്ക് റോഡിന് ഇരുവശവും നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനടക്കമുള്ള ഒരുക്കങ്ങൾ നിരവധി പാർട്ടി പ്രവർത്തകർ വിവിധ ജില്ലകളിൽ നിന്നും സമീപ പ്രദേശങ്ങളിലെ ജില്ലകളിൽ നിന്നടക്കം നിരവധി പാർട്ടി പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് എത്തും. ഇവരെ എല്ലാവരെയും സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പാർട്ടി തലത്തിൽ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ തിരക്കു നിയന്ത്രിക്കുന്നതിനും ഒപ്പം തന്നെ കർശന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായും ആണ് ഈ ഭാഗങ്ങളൊക്കെയും റെഡ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകുന്നത്. ആകെ 2 മണിക്കൂറാണ് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടാകുക. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന രേഖയുടെ പ്രഖ്യാപനവുമാണ് പ്രധാനമായും അദ്ദേഹം നടത്തുന്നത്. ഒപ്പം അതിനുശേഷം ഉച്ച കഴിഞ്ഞ് അദ്ദേഹം തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. എന്തുതന്നെയായാലും നേരത്തെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചതുപോലെ തന്നെ കോർപ്പറേഷൻ BJP പിടിച്ചതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നത് പോലെ തന്നെ അത്തരത്തിലൊരു വികസന രേഖ കോർപ്പറേഷൻ്റെ നഗരത്തിൻ്റെ ഒരു വികസന രേഖ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നുവെന്നാണ്. കൂടുതൽ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്.
ശരി, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10 മണിയോടെ തന്നെ തലസ്ഥാന നഗരിയിലെത്തും. അതിനുശേഷം വിവിധ ഉദ്ഘാടനങ്ങളുണ്ട്. തലസ്ഥാന നഗരിയിൽ വികസന രേഖ അദ്ദേഹം പ്രകാശനം ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തലസ്ഥാന നഗരിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗര അതിർത്തിയിലേക്ക് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ടും പരിശോധിച്ച ശേഷം മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടത്തുള്ളൂ. ഒപ്പം തന്നെ ശംഖുമുഖം എയർപോർട്ട് ഭാഗം, പുത്തരിക്കണ്ടം കിഴക്കേക്കോട്ട ഭാഗമൊക്കെ റെഡ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ, റോഡിന്റെ ഇരുവശം പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക. രജിത്തായിരുന്നു വിവരങ്ങൾ നൽകിയത്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യയും US-ഉമായും ത്രികക്ഷി ചർച്ചകൾ നടക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് ചർച്ച. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ദാവോസിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സെലൻസ്കി ഇക്കാര്യം വ്യക്തമാക്കിയത്. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച മികച്ചതായിരുന്നുവെന്ന് ട്രംപും പ്രതികരിച്ചു. ദുബായിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ വിമാന സർവീസ് നിർത്തലാക്കുന്നു. മാർച്ച് 29 മുതൽ സർവീസ് ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പകരം ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തും. ദുബായ് ഹൈദരാബാദ് സർവീസും നിർത്തലാക്കുകയാണ്. ഹ്രസ്വദൂര സെക്ടറുകളിൽ നിന്നും എയർ ഇന്ത്യ വിമാനം പിൻവലിച്ച് ദീർഘദൂര സെക്ടറുകളിൽ വിന്യസിപ്പിക്കുകയാണ് എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. എല്ലാ സീസണുകളിലും ഇക്കോണമി, ബിസിനസ് ക്ലാസുകളിൽ നിറയെ യാത്രക്കാരുള്ള പ്രവാസികളുടെ പ്രിയപ്പെട്ട സർവീസാണ് എയർ ഇന്ത്യ ദുബായ് കൊച്ചി. കോതമംഗലം വനത്തിൽ നിറങ്ങളുടെ വിസ്മയം തീർത്ത് ഒരു മരം. കോതമംഗലത്തിന് സമീപം കോട്ടപ്പാറ വനത്തിലാണ് ഈ അത്ഭുത മരം നിറങ്ങൾ വാരി വിതറി നിൽക്കുന്നത്. കാണാം ആ മടവിൽ മരത്തിന്റെ വിശേഷം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേൽനോട്ടത്തിൽ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന് സംരക്ഷിച്ചു വരുന്ന മരമാണ് ഈ കാണുന്നത്. കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന ഒരു അത്ഭുത മരമാണ് ഇത്. പെയിന്റ് ചെയ്തതുപോലെ നിറങ്ങൾ മാറി മാറി തിളങ്ങുന്ന ഈ മഴവിൽ മരം നേരിൽ കാണണമെങ്കിൽ വനംവകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. യൂക്കാലി ഇനത്തിൽപ്പെട്ട ഈ അപൂർവ മരത്തിന് ഏകദേശം 30 വർഷത്തെ പഴക്കമുണ്ട്. മനോഹരമായൊരു ചിത്രമാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഈ മരം കൂടുതൽ ഹൃദ്യമാകുന്നത്. മഞ്ഞുകാലത്ത് പഴയ തൊലി പൊഴിയുകയും പുതിയത് പുറത്തു വരികയും ചെയ്യുമ്പോഴാണ് വിവിധ വർണ്ണങ്ങൾ വിരിയുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് ഈ അപൂർവ യൂക്കാലി മരം സമ്മാനിക്കുന്നത്. ഇത് യൂക്കാലിപ്സ് ഡിഗ്ലുപ്റ്റ വിഭാഗത്തിൽപ്പെടുന്ന മരമാണെന്നും പ്രകൃതി സ്വയം വരച്ച ഒരു മഴവിൽ ചിത്രമായ ഈ മരം സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്നും പ്രദേശവാസികളായ വിജയനും ജുവൽ ജൂഡിയും പറഞ്ഞു. പാമ്പ് പടം പൊഴിക്കുന്ന പോലെ യൂക്കാലി മരങ്ങളെല്ലാം അതിൻ്റെ പുറംതൊലി പൊഴിച്ചു കളയുന്ന സമയമുണ്ട്. അപ്പോൾ ഇതിന് ആദ്യം ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ വന്നതിന് ശേഷം ബ്രൗണായി ഒരു വയലറ്റ് റെഡ് കളറോട് കൂടിയിട്ട് ഏകദേശം ഒരു മഴവിൽ 7 വർണ്ണത്തിൽ ഈ സംഭവം കാണപ്പെടുന്നു. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഏറ്റവും നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടുവരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്നത്തെ വ്യാപാരം തുടങ്ങുക? ഏത് മേഖലയിലായിരിക്കും കൂടുതൽ ശ്രദ്ധയൂന്നുക? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 3 ദിവസങ്ങളായി തുടർച്ചയായ വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലെ വിപണിയിൽ നേട്ടം ഉണ്ടായി. മുൻനിര സൂചിയായ നിഫ്റ്റി 25,500 എന്ന നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ അവസാന മണിക്കൂറുകൾ ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പന സമ്മർദ്ദത്തിൽ ആ ഒരു നേട്ടം നിലനിർത്താനായില്ല. 25,000 താഴെയാണ് വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ആഗോള സാഹചര്യങ്ങൾ വളരെ തൃപ്തികരമാണ്. ആഗോള ഘടകങ്ങളെല്ലാം അനുകൂലമായി തുടരുന്നു. പ്രത്യേകിച്ചും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളിൽ നേരിയ അയവ് വന്നതും ഒപ്പം തന്നെ ഇന്ത്യ-US വ്യാപാര കരാറുടെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നതുമെല്ലാം വളരെ അനുകൂലമായ ഒരു ഘടകം തന്നെയാണ്. ഒപ്പം തന്നെ ആഭ്യന്തര ഘടകങ്ങളും അനുകൂലമായി തന്നെ തുടരുന്നു. ബജറ്റുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ ഇതെല്ലാം വരും ദിവസങ്ങളിലും വിപണിക്ക് അനുകൂലമായി നിൽക്കാവുന്ന ഘടകങ്ങൾ തന്നെയാണ്. എങ്കിൽ കൂടി ഇപ്പോഴത്തെ ഈ ഒരു വിൽപ്പന മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും US വിപണി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏഷ്യയിലെ മറ്റ് വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന ഒരു വിപണി എന്നുള്ള രീതിയിൽ ആണ് ഇന്ത്യൻ വിപണി ഇപ്പോൾ നീങ്ങുന്നത്. പല രാജ്യങ്ങളും ഓഹരി വിപണി സർവകാല ഉയരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രത്യേകമായും ഇന്ത്യയുടെ ഈ വിപണിയിലുള്ള ഈ ഒരു വിൽപ്പന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നിക്ഷേപത്തിലേക്ക് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ
പ്രതീക്ഷ വിപണിയിലുണ്ട് താനും. അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അത് വിപണിയിൽ ഉടനെ പ്രതിഫലിച്ചിരിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ബജറ്റിനോടടുക്കെ വിപണിയിൽ കൂടുതൽ ഏറ്റക്കുറച്ചിലുകൾ തുടരാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഏറ്റക്കുറച്ചിലിൻ്റെ തോത് ഗണ്യമായി വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും വലിയൊരു തോതിലുള്ള ആ ഒരു ദിവസങ്ങളിടയ്ക്ക് തന്നെ വലിയൊരു തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. 25,500 എന്നുള്ള നിലവാരം തന്നെയായിരിക്കും മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ബാങ്ക് നിഫ്റ്റി 60,000 എന്നുള്ള നിലവാരം പ്രധാന കടമ തന്നെയാണ്. ഈ രണ്ട് നിലവാരവും ഭേദിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി ഒരു തുടർച്ചയായ ഒരു നേട്ടം വിപണിയിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ശരി, അതാണ് ഇന്ന് വിപണിയിലുണ്ടാകുന്ന മാറ്റം. വ്യാപാരം ആരംഭിക്കുന്നത് തന്നെ മികച്ച നേട്ടത്തിൽ തന്നെയായിരിക്കും. ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി വസന്തപഞ്ചമി ദിവസമായി ഇന്ന് തിരുനാവായിൽ വിശേഷ പൂജകൾ നടക്കുകയാണ്. പുലർച്ചെ മുതൽ നിളയിൽ ചതുരാംബിക പൂജ നടക്കുന്നു. യക്ഷി പൂജയും ഇന്ന് നടക്കും. വൻ ജനക്കൂട്ടമാണ് ഓരോ ദിവസവും കുംഭമേള കാണാൻ നിളയിൽ എത്തുന്നത്. വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഈ കുംഭമേള കാണാൻ ഓരോ ദിവസം കഴിയുന്തോറും നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏതൊക്കെ പൂജകളാണ് നടക്കുക? എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? തിരുനാവായ മഹാമാഘോത്സവത്തിന്റെ ഭാഗമായി വളരെ വിശേഷാൽ പൂജകളാണ് ഇന്ന് നടക്കുന്നത്. വസന്ത പഞ്ചമി ദിനമാണ് ഇന്ന്. അതുപോലെ തന്നെ ഇവിടെ വിശേഷപ്പെട്ട ചില പൂജകൾ നടക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചതുരാംബിക പൂജയാണ്. ഭാരതപ്പുഴയുടെ സംരക്ഷണത്തിനായി പരശുരാമൻ പ്രതിഷ്ഠിച്ച ദിക്പാലക ദേവതകളാണ് ചതുരാംബികമാർ. ബാലാംബിക, ലോകാംബിക, ഹേമാംബിക, മൂകാംബിക എന്നിവരാണ് ചതുരാംബികമാർ എന്നറിയപ്പെടുന്നത്. ഈ ദേവതകളുടെ അനുഗ്രഹം ഈ മഹാമാഘോത്സവത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, ഇതൊരു നദീപൂജയാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലൊരു വിശേഷാൽ പൂജ ഇവിടെ നടക്കുന്നത്. ഈ ദേവതകളുടെ അനുഗ്രഹം തേടിയാണ് ഇത്തരത്തിലൊരു പൂജ നടക്കുന്നത്. ബാലകൃഷ്ണപ്പയ്യാണ് പൂജയുടെ ആചാര്യനായി നിൽക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ ദിവസങ്ങളും ഇത്തരത്തിലുള്ള വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പൂജ ഇന്ന് രാത്രി യക്ഷി പൂജയാണ്. ആദിപരാശക്തിയുടെ ഓരോ രൂപത്തെയും അനുഗമിക്കുന്ന പൂജിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഇത്തരം പൂജകൾ വൻ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് നടക്കുന്നത്. ശരി അരവിന്ദൻ, എന്തായാലും വലിയ ജനപങ്കാളിത്തമാണ് അവിടെ നടക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും നിരവധി ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന നഗരിയിൽ എത്തുകയാണ്. ഏറെ പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ഈ VVIPകൾ എത്തുമ്പോൾ തലസ്ഥാന നഗരി മേയർ ഈ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ എത്തുന്നത് പതിവാണ്. പക്ഷേ തിരുവനന്തപുരം മേയർ VV രാജേഷ് സുരക്ഷാ കാരണങ്ങളാൽ സ്വീകരണത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. VV രാജേഷ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VV രാജേഷ്, സാധാരണഗതിയിൽ ഈ VVIPകൾ എത്തുമ്പോൾ മേയർ വിമാനത്താവളത്തിൽ എത്താറുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നത്? പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ടെത്തുന്നത് റെയിൽവേയുടെ പരിപാടിയിലേക്കാണ്, ഔദ്യോഗിക പരിപാടിയിലേക്ക്, സ്റ്റേയിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായും വിമാനത്താവളത്തിൽ പോയി കഴിഞ്ഞാൽ അടുത്ത 2 പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടോ? ഞങ്ങളത് വിശദമായിട്ട് ചർച്ച ചെയ്തു. അതായത് പ്രധാനമന്ത്രി BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചതിന് ശേഷം ആദ്യമായി തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയാണ് റെയിൽവേയുടെ പരിപാടി. അതിലെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ആദ്യത്തെ പരിപാടിയിൽ തന്നെ മേയർ പങ്കെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പുത്തരിക്കണ്ടത്ത് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ആദ്യം നടക്കുന്ന പരിപാടിയിലും തൊട്ടടുത്ത് നടക്കുന്ന BJPയുടെ പരിപാടിയിലും പങ്കെടുക്കാൻ സാധിക്കും. എന്നാൽ വിമാനത്താവളത്തിൽ പോയി കഴിഞ്ഞാൽ ഈ 2 പരിപാടികളും മിസ്സാവുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ആദ്യത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽ പരിപാടിയും ആദ്യത്തെ പാർട്ടി പരിപാടിയും മേയർക്ക് മിസ്സാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് പുത്തരിക്കണ്ട മൈതാനിയിൽ നിന്ന് സ്വീകരിക്കുന്ന പട്ടികയിലേക്ക് തീരുമാനിച്ചത്. അത് ഞങ്ങൾ ആലോചിച്ച് ചെയ്ത കാര്യം തന്നെയാണ്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ VV രാജേഷ് പ്രതികരിച്ചതിന്. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ മേയർ എത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ കാരണങ്ങൾ തന്നെയുണ്ട്. കാരണം ഇപ്പോൾ 22 പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. NDA BJP നേതാക്കളും ഈ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന ആ ലിസ്റ്റിലുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ മേയർ അവിടെ എത്താറുണ്ട്. ഇത്തവണ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയാണ്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പരിപാടികളിലും മേയർക്ക് VV രാജേഷിന് പങ്കെടുക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വീകരണ ചടങ്ങ് ഒഴിവാക്കിയത് എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ അമൃത ന്യൂസിനോട് പ്രതികരിച്ചത്. മറ്റു വാർത്തയിലേക്ക്, ജാർഖണ്ഡിൽ ട്രെയിൻ ട്രക്കുമായി കൂട്ടിയിടിച്ചു. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത്. ലെവൽ ക്രോസിംഗിൽ കനത്ത ട്രാഫിക് കാരണം കുടുങ്ങിക്കിടക്കുകയായിരുന്ന ട്രാക്കിലേക്കാണ് ഗോണ്ട അസൻസോൾ എക്സ്പ്രസ് ഇടിച്ചു കയറിയത്. ആളപായം ഉണ്ടായില്ല. അപകടത്തെക്കുറിച്ച് റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
മിറർ റൈറ്റിംഗിൽ റെക്കോർഡുകൾ കുറിച്ച് മുൻപോട്ട് പോവുകയാണ് ഇടുക്കി അടിമാലി സ്വദേശിയായ 9ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് അഫ്നാൻ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡ് എന്നിവ ഇതിനോടകം തന്നെ മുഹമ്മദ് അഫ്നാൻ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ കൊച്ചുമിടുക്ക്. മറ്റുള്ളവർ അക്ഷരങ്ങൾ നേരെ എഴുതുമ്പോൾ തിരിച്ചെഴുതാനാണ് മുഹമ്മദ് അഫ്നാന് താൽപ്പര്യം. ഈ അക്ഷരങ്ങൾ നേരെ ചൊവ്വെ വായിക്കണമെങ്കിൽ ഒരു കണ്ണാടിയുടെ സഹായം വേണ്ടിവരും. ഇത്തരത്തിൽ മിറർ റൈറ്റിംഗിൽ പ്രാഗൽഭ്യം തെളിയിച്ച് റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിക്കുകയാണ് അടിമാലി SNDP സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അഫ്നാൻ. എല്ലാവർക്കും വഴങ്ങാത്ത ഒരു എഴുത്ത് ശൈലി തീരെ ചെറുപ്പം മുതലേ മുഹമ്മദ് അഫ്നാന് ഒപ്പം ചേർന്നു. തലതിരിച്ചുള്ള ഈ എഴുത്തിനെ ആദ്യം ആരും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ശകാരം ലഭിക്കുകയും ചെയ്തു. പിന്നീട് പതിയെ മിറർ റൈറ്റിംഗിലെ പ്രാഗൽഭ്യം രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ തിരിച്ചറിഞ്ഞു. ഇതോടെ 6ാം ക്ലാസ് മുതൽ മുഹമ്മദ് അഫ്നാൻ മിറർ റൈറ്റിംഗിനെ കൂടുതൽ ഗൗരവത്തിലെടുത്തു. ഞാൻ ചെറുപ്പം തൊട്ടേ മിറർ റൈറ്റിംഗ് ചെയ്യുമായിരുന്നു. ഒരു 6-7 ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഞാൻ ഇത് സീരിയസ് ആയിട്ട് എടുത്തത്. അപ്പോഴാണ് എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കലാം ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടുന്നത്. അപ്പോഴാണ് ഞാൻ ഗിന്നസിലായിട്ട് മത്സരിക്കുന്നുണ്ട്, കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മിറർ റൈറ്റിംഗിൽ മാത്രമല്ല ഈ കൊച്ചുമിടുക്കൻ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത്. കലോത്സവ വേദികളിൽ മോണോ ആക്ട് മത്സരത്തിലും വട്ടപ്പാട്ടിലും സജീവ സാന്നിധ്യമാണ്. ചിത്രരചനയും നല്ലതുപോലെ വഴങ്ങും. മൂന്നാറിൽ പോലീസ് ഡ്രൈവറായ നിഷാദിന്റെയും അബീനാമോളുടെയും ഇളയ മകനാണ് മുഹമ്മദ് അഫ്നാൻ. നിയമപഠന വിദ്യാർത്ഥിനിയായ അജിനാമോളാണ് സഹോദരി. കലാപ്രകടനത്തിനും മിറർ റൈറ്റിംഗിനും എല്ലാ പിന്തുണയും പ്രോത്സാഹനവുമായി കുടുംബം മുഹമ്മദ് അഫ്നാന് ഒപ്പമുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇന്ത്യ ന്യൂസിലൻഡ് 2ാം T20 മത്സരം ഇന്ന് റായ്പൂരിൽ നടക്കും. രാത്രി 7 മണി മുതലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 48 റൺസിന് വിജയിച്ചിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.